ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. എന്നെക്കുറിച്ച് ഞാൻ മലയാള സിനിമയിൽ ഗാനരചയിതാവായി പ്രവേശിച്ചിട്ട് 58 കൊല്ലം കഴിഞ്ഞു. 58 വർഷം. ഞാൻ സംവിധായകനും നിർമ്മാതാവുമായിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചന്ദ്രകാന്തത്തിൻ്റെ 50-ാം വർഷമാണ് 2024. 1974 എൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. അന്നെനിക്ക് വെറും 34 വയസ്സായിരുന്നു പ്രായം. അപ്പം ഇത്രയും കാലം ഞാൻ മലയാള സിനിമയെ സ്നേഹിച്ചതുകൊണ്ട്, മലയാള സിനിമയിൽ നിന്നതുകൊണ്ട് ആധികാരികമായി തന്നെ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അറിവുമുണ്ട്. കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകളെ പ്രതിനിധീകരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന ട്രേഡ് ബോഡിയിൽ 15 വർഷക്കാലം ഞാൻ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതായത് 35-ാമത്തെ വയസ്സ് മുതൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ പ്രത്യേകതകളും എനിക്കറിയാം. ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് ഈ മലയാള സിനിമയെ താറടിച്ച് കാണിക്കുമ്പോൾ ഏറ്റവും കുറവ് സ്ത്രീപീഡനം നടക്കുന്ന മലയാളത്തിലാണ്. മറ്റ് 3 തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്നത്ര തെറ്റുകൾ, സ്ത്രീപീഡനങ്ങൾ മലയാളത്തിൽ നടക്കുന്നില്ല. ഇതാണ് സത്യം. ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ. കാരണം ഞാൻ പറയാം, കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ ഗാനം എന്ന സിനിമയിൽ നായകനായ അംബരീഷിനെ പ്രധാന കഥാപാത്രമാക്കി ഞാൻ ഒന്നേ രക്ത, മലയാളത്തിൽ പറഞ്ഞാൽ ഒരേ രക്തം എന്ന സിനിമ ഞാൻ കന്നഡത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കന്നഡ സിനിമയുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. എൻ്റെ മകൻ തെലുങ്ക് ഡയറക്ടറായിരുന്നു. അപ്പോൾ തെലുങ്ക് സിനിമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ മകനിലൂടെ. മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ കൊമേഴ്സിൽ ഉണ്ടായിരുന്ന തെലുങ്ക് നിർമ്മാതാക്കളിൽ നിന്നും തെലുങ്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും എനിക്ക് തെലുങ്ക് സിനിമയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമ ദൂഷിച്ചുപോയി, അവിടെ സ്ത്രീപീഡനം നടക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം. ഈ പവർ ഗ്രൂപ്പ് എന്ന പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ മലയാള സിനിമയിൽ താരാധിപത്യം ഉണ്ടായിരുന്നു. താരാധിപത്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രേം നസീർ, സത്യൻ, മധു എന്നീ 3 നായകന്മാർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രവേശനം, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് പ്രേം നസീർ, സത്യൻ, മധു ഈ 3 നായകന്മാരേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാഘവൻ, വിൻസെൻ്റ്, സുധീർ തുടങ്ങിയവർ പ്രവേശിച്ചു. ഞാൻ കയറി കഴിഞ്ഞാൽ നിർമ്മാതാവായി കഴിഞ്ഞ് അവരൊക്കെ വന്നത്. അപ്പോൾ ഈ 3 പേരാണ്. അന്നിവിടെ കാസ്റ്റിംഗ് കൗച്ചെന്നോ ഇപ്പോൾ പവർ ഗ്രൂപ്പൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പ്രേം നസീറും സത്യനും ഒരുമിച്ച് പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും യാതൊരു എതിർപ്പുമില്ലായിരുന്നു. സത്യൻ്റെ ഭാഗം കൂടിപ്പോയിന്ന് പ്രേം നസീർ പരാതി പറയില്ല, പ്രേം നസീറിൻ്റെ ഭാഗം കൂടിപ്പോയിന്ന് സത്യന് പരാതി പറയില്ല. അവരൊരുമിച്ച് അഭിനയിക്കുമായിരുന്നു മിക്കവാറും പടങ്ങളിൽ. പക്ഷേ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ എന്ന വിളികളൊന്നും അതുണ്ടായിരുന്നില്ല. സൂപ്പർ സ്റ്റാർ പ്രേം നസീർ, മെഗാസ്റ്റാർ സത്യൻ അങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നു. ഈ വിളികൾ വന്നത് മമ്മൂട്ടി, മോഹൻലാൽ വന്നതിന് ശേഷമാണ്. എന്താണ് മലയാള സിനിമയിൽ ഉണ്ടായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിൽ പറയും. കാസ്റ്റിംഗ് കൗച്ചിൽ എനിക്കറിയില്ല, എനിക്കറിയാത്ത കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലം ഒരു ദേവാലയം പോലെ സൂക്ഷിച്ചാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്താ കാസ്റ്റിംഗ് കൗച്ചത്.
അങ്ങനെ അത്ര അച്ചടക്കം പാലിച്ചതുകൊണ്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കാത്തവരുണ്ട്. അത്ര അച്ചടക്കം അവർ ഇഷ്ടപ്പെടുന്നില്ല. ആ അച്ചടക്കം ഞാൻ നിർണ്ണയിക്കുന്ന അച്ചടക്കത്തിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കാശി തരാത്തവരുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല, പവർ ഗ്രൂപ്പ് എന്ന് പേര് എനിക്കറിയില്ല. പക്ഷേ 90-കൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല 90-കൾക്ക് ശേഷം വന്ന മലയാള സിനിമ. ഈ പുരുഷ മേധാവിത്വം വന്നത് 90-കൾക്ക് ശേഷമാണ്. താരാധിപത്യം വന്നത് 90-കൾക്ക് ശേഷമാണ്. ഇപ്പോൾ മധു നടൻ, മധുചേട്ടൻ വിളിക്കുന്ന മധു നടൻ എടുക്കാം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അനവധി ആളുകൾ വന്നു. ഒന്നും വേണ്ട, ഒരു അസോസിയേഷൻ വേണ്ട, എനിക്ക് ഫാൻസ് ഉണ്ട്, അവർ മതി, എനിക്ക് അസോസിയേഷൻ വേണ്ട. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ഒരു കാരണവശാലും എൻ്റെ പേരിൽ അസോസിയേഷൻ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലാണ് മധു. അദ്ദേഹം ഒരിക്കലും ഫാൻസ് അസോസിയേഷൻ അതൊരു അപകടമായി മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പം 90-കൾക്ക് മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ, സംവിധായകനും നിർമ്മാതാവും ചേർന്ന് അവരുടെ പടത്തിൽ ആര് നായകനാകണം തീരുമാനിച്ചിരുന്നു 90 വരെ. എൻ്റെ പടത്തിൽ ആര് നായകനാണ് ഞാനത് തീരുമാനിക്കുന്നത്. ഞാനാണ് നിർമ്മാതാവ്, സംവിധായകനും. ഇപ്പം നിങ്ങളൊക്കെ എന്നെ പാട്ടെടുത്തുകാരെന്ന് പറഞ്ഞു. ഞാൻ 26 പടം നിർമ്മിച്ചാണ്, നിർമ്മാതാവാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ നിർമ്മിച്ച 10 പേര് ഒരാളാണ് ഞാൻ. 26 പടങ്ങളാണ് നിർമ്മിച്ചത്. 42 ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചു. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിർമ്മാതാവ് സംവിധായകൻ നിലയിലാണ്. അപ്പോൾ നസീർ സാറ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആവശ്യം പറയാറില്ല. അപ്പോൾ എൻ്റെ കാലത്ത്, ഞാൻ പ്രവേശിക്കുന്ന കാലത്ത്, ഞാൻ നിർമ്മാതാവാകുന്ന കാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഞങ്ങളുടെ സിനിമയിൽ ആര് അഭിനയിക്കണം തീരുമാനിച്ചത്. കഥ എന്താണോ തീരുമാനിച്ചത് ഞങ്ങളാണ്. പക്ഷേ 90-ന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും സൂപ്പർ താരം, മെഗാതാരം എന്നൊക്കെ സ്വയം പേരുകൾ സ്വീകരിച്ച് നിന്ന കാലത്ത് കഥ മാറി. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ട ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ നടികടന്മാരെ തിരഞ്ഞെടുത്തു. പക്ഷെ ഇവർ താരങ്ങളായപ്പോൾ അവരെ ആര് സംവിധാനിച്ചത് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് താരമേധാവിത്വം വന്നത്. അതിനെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. കാരണം മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന കഥ എഴുത്തുകാരൻ, മോഹൻലാൽ പറയുന്ന പോലെ ഷോട്ട് എടുക്കുന്ന സംവിധായകൻ, പിന്നെ സംവിധായകൻ എന്നെപ്പോലൊരു സംവിധായകൻ വന്നാൽ ബഹുമാനിക്കണം. കാരണം എൻ്റെ പ്രായത്തെ ബഹുമാനിക്കണം, എൻ്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം. പക്ഷെ അവർ സംവിധാനം സൃഷ്ടിക്കാൻ തുടങ്ങി. രണ്ട് കഥ ഒരു എഴുത്തുകാരൻ പോയി പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്യണം, നിനക്ക് ഈ കഥ നമുക്ക് ജോഷി കൊടുക്കാം, ഈ കഥ നമുക്ക് വേറൊരു ഡയറക്ടർ അയച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വഴിക്ക് നടനായി, കഥ കേൾക്കുന്ന നടനാണ്. ഇന്നിപ്പോൾ നമുക്ക് സിനിമ നിർമ്മിക്കും. ഇന്നത്തെ കാര്യം പറയും, ഇന്നിപ്പോൾ ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ്. കാരണം ബുദ്ധിമാനായ മമ്മൂട്ടി, ബുദ്ധിമാനും അഭിഭാഷകനുമായ മമ്മൂട്ടി, ക്രിമിനൽ നിയമങ്ങൾ അറിയാവുന്ന മമ്മൂട്ടി ഇപ്പോൾ സ്വന്തമായി പണം പിടിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തെ അറിയാം, അദ്ദേഹം സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങി. കാരണം കാലം മാറിയതിന് മനസ്സിലായി. പുതിയ നടികന്മാർ വന്നു, അനായാസം അഭിനയിക്കുന്ന ചെറുപ്പക്കാർ വന്നു, ധാരാളം ചെറുപ്പക്കാർ. പിന്നെ നമ്മുടെ ഒരു നായക പരിവേഷത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. പ്രേംനസീർ പോലെ സുന്ദരനായ ഒരാൾ നായകനാവണമെന്ന് ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കാലം മാറി. അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം. അപ്പോൾ പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയത്. മോഹൻലാലിൻ്റെ ഏറെക്കുറെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നതെന്ന് ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കി. ഉദാഹരണമായി ജയമാരുതി പ്രൊഡക്ഷൻസ്, ടി വാസുദേവൻ ഒന്നാം തരം സിനിമകൾ നിർമ്മിച്ച യക്ഷി, അരനാഴികേരം, അനുഭവങ്ങൾ പാലിച്ചത് തുടങ്ങിയ അത്യുജ്വല സിനിമ നിർമ്മിച്ച മഞ്ജുലാസ് ജോസഫിനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് കാഴ്ച കൊടുത്തില്ല. അതാണ് KP കൊട്ടാരക്കര ഗണേഷ് പ്രൊഡക്ഷൻസ് എല്ലാ ദിവസവും എല്ലാ വർഷവും 2 പടം എടുക്കുന്ന KP കൊട്ടാരക്കര എഴുത്തുകാരൻ കൂടിയാണ്, അദ്ദേഹത്തിന് കാഴ്ച കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടി ചേർന്ന് സൃഷ്ടിച്ച ഗ്രൂപ്പിൽ പോലെ ഏറ്റവും ആദ്യ വ്യക്തി ഞാനാണ്. എനിക്ക് കാഴ്ച കിട്ടുന്നില്ല. കാരണം സംവിധാനമാണ് ഒന്നാമത്. സംവിധാനം കഴിഞ്ഞോട് നടന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന ആളാണ്. സംവിധാനം കഴിഞ്ഞിട്ടേ നടന്നുള്ളൂ. കാരണം സംവിധാനം ക്രിയേറ്ററാണ്. ഇവർ ക്രിയേറ്റേഴ്സ് അല്ല, ഇവർ പെർഫോമേഴ്സാണ്. ക്രിയേറ്ററുടെ പ്രാധാന്യം ഒരിക്കലും പെർഫോമർക്കില്ല. അവരുടെ കൂടെ ആൾ കൂടുമായിരിക്കും, പിന്നാലെ ആൾ കൂടുമായിരിക്കും. പക്ഷേ ക്രിയേറ്ററെ ആണ് പ്രധാനം, പെർഫോമർക്ക് 2ാം സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ, വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ നാടകം നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. ഒഥല്ലോ എഴുതിയ ഷേക്സ്പിയറിനെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നു. പക്ഷെ ഒഥല്ലോ ആയി അഭിനയിച്ച ലോറൻസ് ഒലിവറെ എത്ര പേര് ഓർമ്മിക്കുന്നു? ലോറൻസ് ഒലിവർ ഇവിടെ മുഖം മാഞ്ഞു പോകും, ഷേക്സ്പിയർ നിൽക്കുള്ളൂ ക്രിയേറ്റർ. ഇപ്പം കാളിദാസൻ്റെ അഭിജ്ഞാന സാഗന്തളവും മാളഭാഗമിത്രം പോലെയുള്ള നാടകങ്ങൾ നമ്മൾ വായിക്കുന്നു. നമ്മൾ കാളിദാസനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ പോലും കാളിദാസൻ്റെ വരികൾ കോട്ട് ചെയ്യുന്നു. പക്ഷെ കാളിദാസൻ്റെ ശാകുന്തളത്തിൽ അഭിനയിച്ച ദുഷ്യന്തൻ ഇന്നാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ ദുഷ്യന്തൻ എവിടെ പോയി? എത്രയോ ദുഷ്യന്തം അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിയേറ്റർ തന്നെയാണ് വലുത്. അത് അല്ലെന്ന് പെർഫോമർ പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇത് ആദ്യം മുതലേ പറയുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് ആദ്യമായിട്ട് അവർ ഒതുക്കിയത് തന്നെയാണ്. അതായത് ഈ പവർ ഗ്രൂപ്പിൻ്റെ തുടക്കം മമ്മൂട്ടി മോഹൻലാൽ നായകന്മാരായി വന്നപ്പോൾ അവരാദ്യം ഒതുക്കി എന്നെയാണ്. എന്തുകൊണ്ട് പറഞ്ഞാൽ തമ്പി സാറ് ആളാകും, തമ്പി സാർ ഡയറക്ടർ വലുതെന്ന് പറയും. നമ്മളെ വലുതെന്ന് അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ എനിക്ക് അവർ കാഴ്ച തരാതായി. അതുവരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മുന്നേറ്റം എന്ന സിനിമയാണ് മമ്മൂട്ടി നായകനായ ഒരു ആദ്യ ചിത്രം മുന്നേറ്റം. അന്ന് നായകനായിരുന്ന രതീഷിനെ ഞാൻ വില്ലനാക്കി. എന്നിട്ട് അത്ര ഒന്നും അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനാക്കി മുന്നേറ്റത്തിൽ. സുബ്രഹ്മണ്യ കുമാറായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. അന്നത്തെ മമ്മൂട്ടിയെ പിന്നീട് എനിക്ക് ഒരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മുന്നേറ്റത്തോടുകൂടി ആ മമ്മൂട്ടി പോയി. 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ചു വിളി കെട്ടു എന്ന സിനിമ മമ്മൂട്ടി നായകനാക്കി നിർമ്മിച്ചു. അപ്പോൾ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ആദ്യ ചിത്രമായ മുന്നേറ്റത്തിന് ക്യാമറമായ ധനഞ്ജയനെ തന്നെ ഞാൻ ക്യാമറമാനായിട്ട് വെച്ചു. കാരണം ധനഞ്ജയൻ ശരിക്കും ഒരു ചെറിയ തുടക്കമാണ്. കയറി ഞാനെപ്പോഴും അങ്ങനെയാണ്. ഞാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയുള്ളത്. ഇപ്പം ജഗദീഷ് കുമാറിനെ കൊണ്ടുവന്ന ഞാനാണ് സിനിമയിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ മണിയമ്പള്ളി ഇപ്പോൾ തന്നെ ആരോഗ്യ ദിശയിലേക്ക് മണിയമ്പള്ളി രാജുവിനെ കൊണ്ടുവന്ന ഞാനാണ് സിനിമയിൽ. ഞാൻ പെണ്ണുങ്ങളെ അധികം കൊണ്ടുവന്നിട്ടില്ല, പുരുഷന്മാരെ കൊണ്ടുവന്നത് കൂടുതൽ. ഞാൻ മലയാള സിനിമയിൽ കൊണ്ടുവന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉർവശി. അപ്പോൾ അവർക്ക് 10 വയസ്സുള്ളപ്പോൾ ഉർവശിക്ക് 10 വീട്ടിൽ പുഴുപടത്താണ് വിളിക്കുന്നത്. കതിർമണ്ഡപം എന്ന സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയപ്പോൾ അത് പ്രേംനസീറും മധുവും നായകന്മാരാണ്. എഴുതിയപ്പോൾ അതിനൊരു നായിക ജയഭാരതിയാണ്. ജയഭാരതിയുടെ ബാല്യം അഭിനയിക്കാൻ ഒരു കുട്ടി വേണം. അപ്പോൾ ചവറ VP നായരും ഭാര്യ വിജയലക്ഷ്മിയും 3 പെൺകുട്ടികളുമായി മദ്രാസിൽ വന്നിട്ടുണ്ടെന്നും അവർ അഭിനയിക്കാൻ ചാൻസ് തരുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവരെ കണ്ടതൊന്നുമില്ല. പക്ഷേ ഈ കതിർമണ്ഡപം ഡയറക്ടർ KP പിള്ള എന്നായിരുന്നു. അദ്ദേഹം സംവിധാനത്തിൽ അത്ര വലിയ പക്വതയുള്ള ആളൊന്നുമല്ല. അദ്ദേഹം എന്നെ കൊണ്ട് തിരക്കഥ എഴുതിക്കുന്നത് ഞാൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. അതുകൊണ്ടാണ് ഷോർട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ കതിർമണ്ഡപം വളരെ നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ്. ആ കതിർമണ്ഡപത്തിൽ ജയഭാരതിയുടെ ബാല്യം അഭിനയിക്കാൻ കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചവറ VP നായരുടെ 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾ പോയി കാണും.
10 വയസ്സുള്ള പ്രായം, നമ്മുടെ ഈ കഥാപാത്രത്തിൻ്റെ പ്രായത്തിൽ പറ്റിയൊരു കുട്ടി. കാരണം അവർ രണ്ടുപേരും അഭിനയിക്കുന്നവരാണ്. ചവറ വി പി നായരും നടനാണ്, വിജയലക്ഷ്മി നടിയാണ്, നർത്തകിയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് അഭിനയവാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയാണ് 10 വയസ്സുള്ള വീട്ടിൽ പൊടിമോളെന്ന് വിളിക്കുന്ന കവിത എന്നു പേരുള്ള കുട്ടി അഭിനയിക്കാൻ വരുന്നു. ആ കവിതയാണ് ഉർവശിയായിട്ട് വളർന്നത്. പിന്നീട് ഈ കവിതയുടെ ചേച്ചിയായ കലാരഞ്ജിനിയാണ് ഞാൻ സ്വന്തം വിഭാഗത്തിൽ അവതരിപ്പിച്ചത്, അംബികയുടെ അനിയത്തിയായിട്ട്. അതും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇവരെ മാത്രമാണ് ഞാൻ സിനിമയിൽ അവതരിപ്പിച്ച സ്ത്രീകൾ ഇവർ മാത്രം. വേറൊരു നായിക നടി അന്വേഷിച്ചു. ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചത് എൽ ഭൂമിനാഥൻ, സ്വതന്ത്ര എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ, ഏറ്റവും വലിയ പടങ്ങളുടെ എഡിറ്ററാണ് എൽ ഭൂമിനാഥൻ. അദ്ദേഹം സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. ജി മുരളി, അദ്ദേഹത്തെ സ്വതന്ത്ര എഡിറ്ററാക്കി ഞാനാണ്. പുരുഷന്മാർ കൊമേഡിയനായിട്ട് ജഗതിയെ അവതരിപ്പിച്ച ഞാനാണ്. മണിയമ്പള്ളി രാജുവിനെ ആദ്യമായിട്ട് സിനിമ അവതരിപ്പിച്ച ഞാനാണ്. സുരേഷ് എന്ന തെലുങ്കിൽ പ്രശസ്തനായിരുന്ന സുരേഷ് എന്ന ക്യാമറമാനെ മാളികമണി എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രൊഡ്യൂസ് ഞാനാണ്. അപ്പോൾ ഞാനതിനെ ടെക്നീഷ്യൻസിനാണ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കാസ്റ്റിംഗ് കൗച്ചിട്ട് താല്പര്യമില്ല, അതുകൊണ്ട് ഒരു താല്പര്യമില്ല. എങ്ങനെ മനസ്സിലായില്ല? അല്ല, ട്രേഡ് യൂണിയൻ പിന്നെ അല്ലല്ലോ. പിന്നെ ഫെഫ്ക തീർച്ചയായും ട്രേഡ് ബോഡിയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞു വരികയാണ്, ഈ താരമേധാവിത്വം വളരെ ശക്തമായപ്പോൾ മാക്ട എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ഞാനും അതിൽ വളരെ സജീവ അംഗമായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. മാക്ട എന്നുള്ളത് നമ്മൾ അമ്മ എന്ന സംഘടന ഉള്ളതുപോലെ തന്നെ ടെക്നീഷ്യൻസിന് വേണ്ടിയുള്ള മലയാള സിനിമ എഴുത്തുകാർ, ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, ക്യാമറാമാൻ, എഡിറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാവരും, പ്രൊഡക്ഷൻ മാനേജേഴ്സ് എല്ലാവരും ചേരുന്ന സംഘടനയാണ് മാക്ട. നിങ്ങൾക്കറിയാം, അന്ന് ഒരു പ്രത്യേക സംവിധായകൻ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ആ സംവിധായകൻ്റെ, അതായത് സംവിധായകൻ്റെ പടത്തിൽ അഭിനയിച്ചതിൽ പൃഥ്വിരാജിനെ അമ്മ വിലക്കി 1 വർഷം. അപ്പം അമ്മ തുടക്കത്തിൽ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. എന്ന് മാത്രമല്ല, അമ്മയിലെ ശക്തരായ നടികളും മറ്റു കാര്യമില്ല, നടന്മാർ മാറ്റയെ തളർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ മാറ്റ പിളർന്ന് ഫെഫ്ക ഉണ്ടാവുകയും ചെയ്തു. ഫെഫ്ക ശരിക്കും പറഞ്ഞാൽ അമ്മയിലെ നേതാക്കളെ സൃഷ്ടിച്ചാണ്. ഞങ്ങൾ നേരത്തെ മാറ്റ സൃഷ്ടിച്ചാണ്. ടെക്നീഷ്യൻസ് അപ്പഴേ ഉണ്ടായിരുന്നു. അതായത് ശ്രീകുമാരൻ നമ്പിയെ പോലുള്ള സംവിധായകരെ മാറ്റിയിട്ട് ഞങ്ങൾ പറയുന്ന സംവിധായകർക്ക് വേണ്ടി ഒരു ടെക്നിക്കൽ സംഘടന. അങ്ങനെ ഫെഫ്കയും അവർ കൈപ്പിടി ചോദിക്കുന്നുള്ള സത്യമാണ്, പരമമായ സത്യമാണ്. ഉണ്ണികൃഷ്ണനെതിരെ ആരോപണം അതിൻ്റെ കാരണം ഉണ്ണികൃഷ്ണൻ അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അമ്മ ആവശ്യമാണ്, അമ്മ എന്ന സംഘടന ആവശ്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഈ പീഡന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ പ്രധാന നമ്മുടെ നടന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവനും ജൂനിയർ ആർട്ടിസ്റ്റാണ്. എന്തുകൊണ്ട് ഒരു പ്രധാന നടി ആരോപണം ഉന്നയിച്ചില്ല? ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല, അവരെ അറിയില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന ഒരു തസ്തികയുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. പ്രധാന നടികന്മാരെ സംവിധാനം തീരുമാനിക്കും. ചെറിയ വേഷം കിട്ടുന്നവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ടുവരും. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനം കാണുന്നത് സെറ്റിലാണ്, അതിന് പകരം കാണുകയില്ല. കാസ്റ്റിംഗ് കൗച്ചിൽ പറഞ്ഞൊരു നായിക നടിയെ കുറിച്ച് പറഞ്ഞ ഉപനായിക നടിയാണെങ്കിൽ മനസ്സിലാക്കാം. ഈ
ജൂനിയർ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗച്ചിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതിപ്പോൾ പിന്നെ ഒരാൾക്കെതിരെ ആരോ ഉന്നയിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടുപിടിച്ചു. ഈ കുട്ടി എന്തിന്, ഈ സ്ത്രീ എന്തിന് മസ്കറ്റ് ഹോട്ടലിൽ പോയി? അത് പ്രൈവറ്റ് പ്ലേസ് അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണ് പോകാൻ ധൈര്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ആ ഹോട്ടൽ അതിന് താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് പീഡിപ്പിച്ചു പറഞ്ഞാൽ എന്താ കുറ്റം? പീഡിപ്പിക്കാൻ സാധ്യതയുള്ള അറിയിട്ടല്ലേ പോയത്? അത് കേൾക്കാൻ പറ്റില്ല. അവസരം കിട്ടാൻ വേണ്ടി. അപ്പോൾ ദാറ്റ് മീൻസ് അവർ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വെറുതെ കേൾക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. അത് ഇതിനോട് താരം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞത് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് ഭാവന ഒരു എന്ന നടിയെ പിന്നെ നമ്മളിപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന ഒരു വലിയ നടനാണ്. അത് മനസ്സിലാക്കണം. അതിന് ഇതും കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ്, കാരണം എന്നെ സംബന്ധിച്ചോളം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരിക്കലും ഡയറക്ടർ വരാറില്ല, എൻ്റെ അടുത്ത് വരാറില്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ അടുപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഷൂട്ട് ചെയ്യുന്നു, 4 നഴ്സസ് വേണം. ഇപ്പോൾ നമ്മൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നഴ്സ് ബാക്കിൽ കൂടെ നടന്നു പോകണം. അങ്ങനെയൊക്കെയുള്ള അവരാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത്, ചെറിയ വേഷം ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെ 4 നഴ്സ് വേഷം അഭിനയിക്കുന്ന 4 സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റോടെ പറയുന്നത്, ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു 10 സ്ത്രീകളെ കൊണ്ട് നിർത്തും ഷൂട്ടിംഗ് സമയത്ത്. ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലാണ് അവർ വരിക, സെറ്റിലാണ് അവർ വരിക. അപ്പോൾ ഞാൻ അവരെ നോക്കിയിട്ട് മിക്കവാറും ഞാനായിരിക്കും എൻ്റെ അസോസിയേറ്റ് ആയിരിക്കും അവർ തീരുമാനിക്കുന്നത്. എൻ്റെ അസോസിയേറ്റ് ഞാൻ പറയാം, അവരെ ആ കുട്ടികളെ നോക്കി പറ്റിയ 4 പേരെ എടുക്കാൻ പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറാണ് പോയി ഇവരിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുക്കുന്നത്. ഡയറക്ടർക്ക് ജൂനിയർ ആർട്ടിസ്റ്റുമായി ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് ആവശ്യമില്ല. പക്ഷേ ഇവിടെ ആരോടും ചോദിച്ച മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു പീഡനശ്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണന വരില്ല, അവർ സ്ത്രീകളല്ലേ? ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത് സ്ത്രീ എന്ന പരിഗണനയിൽ സ്ത്രീകൾക്ക് അതിക്രമം ആവില്ലേ? അത് സ്ത്രീകളാവില്ലേ? നടിമാർ മാത്രമേ സ്ത്രീകളാവുള്ളൂ. ഞാൻ ഒരിക്കലും പിന്നെ എതിർക്കുന്നില്ല. ഇവർ ചെയ്തു ശരിയാണെന്ന് ന്യായീകരിക്കുക തെറ്റ് തന്നെയാണ്. മാഷ് ആദ്യം പറഞ്ഞത് ഹോട്ടലിൽ പോയത് ശരിയല്ല. ഒരു മൈക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത് കേൾക്കാൻ പറ്റുന്നത് ഒരു ഹാൻഡ് മൈക്ക് കിട്ടുമോ? ഒരിക്കലല്ല, ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല. തെറ്റ് ചെയ്യണ്ട, ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക്, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ നമ്മുടെ ശ്രീരേഖ എന്ന് പറഞ്ഞാൽ ആ ബംഗാളിനെ ഒഴിച്ച് ബാക്കി എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. അവരൊരു വലിയ നടിയാണ്, എനിക്കറിയാമല്ലേ, അവരൊരു വലിയ നടിയാണ്. ആ ബംഗാളി നടി മാത്രമാണ് ഒരു നടി, നമ്മുടെ അറിയപ്പെടുന്ന ഒരു നടി എന്ന് പറയുന്നത്. മറ്റേ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. പീഡനമാണ് പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവരെന്തിനാ ഈ ഒരു നടനെ അന്വേഷിക്കണം? അവർ സംവിധാനം എടുക്കാൻ പോകേണ്ടത്. അവരെന്തിനു ചാൻസിന് നടന്നെടുത്ത് പോയി ഞാൻ ചോദിക്കുന്നത്. സിദ്ദിഖ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഹരിയാനെ കുറിച്ചല്ലേ പറഞ്ഞത്? ഹരിയാൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അങ്ങനെ ഒരു അറിവ് ഹരിയാനെ കുറിച്ചില്ല, എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചാർമിള പിന്നെ ഒരു പ്രശസ്ത ആക്ഷൻ ഹീറോ ആയിട്ട് സ്നേഹത്തിലില്ലായിരുന്നു. അതിന് പോയി ആത്മഹത്യയിലൊക്കെ പോയത് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലയോ, ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീകളെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എനിക്ക് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ചോദിക്കുക. കാരണം എൻ്റെ കാലത്ത് ഇങ്ങനെയല്ല. കാരണം അഭിനയിക്കാൻ വേണ്ടി നിർമ്മാതാവിനെ സമീപിക്കേണ്ടത്. എന്നിട്ട് സിദ്ദിഖിന്റെ ചാൻസ് ചോദിക്കുന്നത്, സിദ്ദിഖ് പണം കൊടുക്കുന്നുണ്ടോ? ഏത് ആരുടെ ഒരു പാർട്ണർ, ഒരു പാർട്ണർഷിപ്പിൽ പണം എടുത്തിട്ടുണ്ട്. മറ്റേ ഒരു ഫേമസ് പ്രൊഡ്യൂസറൊന്നും അല്ല, ഈസ് എൻ ആക്ടർ. അപ്പം എങ്ങനെയും സിനിമയിൽ കടന്നു കൂടണം എന്ന് വിചാരിക്കുകയും
അതിനുവേണ്ടി പല വഴികളും തേടുകയും ചെയ്യുന്നവർക്ക് ഇത്തരം ചില അപകടങ്ങൾ ചാടേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിന് രക്ഷപ്പെടണം. അതിനെ അവർ പ്രിക്കോഷൻ എടുക്കണം. തെറ്റാണ്, സമ്മതിക്കുന്നു. പക്ഷേ നടൻ്റെ അടുത്താണ് പോകേണ്ട ചാൻസ് ഉണ്ട്. അതെൻ്റെ ചോദ്യം. അതെ, സിദ്ദിഖ് ലെവലെത്തിയിട്ടില്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, കുറച്ചു കാലം സുരേഷ് ഗോപി, ഇപ്പോൾ ഏകലവ്യൻ, കമ്മീഷൻ തുടങ്ങിയ പടങ്ങളൊക്കെ വന്ന കാലത്ത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി, ഒന്ന് തോന്നി ഞാനൊരു സൂപ്പറാണ്. അങ്ങനെ 3 സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങുകയല്ല, പിന്തള്ളപ്പെട്ടു. അവർ രണ്ടും സൂപ്പർ സ്റ്റാർ സ്ഥാനത്ത് നിലകൊള്ളുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വഴി പരാതി പറഞ്ഞിട്ടുണ്ടോ? ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെയധികം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും ഒരു നടി വന്ന് ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല? ഇതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, തെറ്റാണ്. സിദ്ദിഖ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. മുകേഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. അവരെ രക്ഷിക്കാമെന്നല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് മലയാള സിനിമയല്ല, മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല. ഞാൻ പറയുമായിരുന്നു ഏതെങ്കിലും ഒരു നടി. ഇപ്പം തന്നെ WCC ഒരു കാര്യം മനസ്സിലാക്കാം, WCC രൂപവത്കരിച്ച അതിൻ്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. WCC ഞാൻ സപ്പോർട്ട് അന്ന് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ്. WCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടാണ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവൺമെൻറ്റാണ്, ഈ കേരള ഗവൺമെൻറ്, അതായത് മുഖ്യമന്ത്രി പിണറായിയും കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന AK ബാലനുമാണ് ഈ WCCയുടെ വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാടുകയും ചെയ്തത്. അത് മനസ്സിലാക്കുക. ഹേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രി ആദരണീയ പിണറായിയും സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ്. അപ്പോൾ അതിന് നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നടികൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെൻറ്റാണ്. അത് നമ്മൾ അഭിനന്ദിക്കണം. മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കണം, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ അഭിനന്ദിക്കണം. പിന്നെ ആ റിപ്പോർട്ട് വന്ന് 4 വർഷം എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. പുറത്തെടുക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. 4.5 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ്. അത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള അവർക്കറിയാം, എനിക്കറിയില്ല. ഇപ്പോഴത്തെ എൻ്റെ അഭിപ്രായം അതിലെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു തസ്തികയുണ്ട്. അതിന് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ അയക്കും മാക്സിൽ അംഗമാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പണ്ട് എക്സ്ട്രാ എന്നാണ് പറഞ്ഞിരുന്നത്, അറിയാം, എക്സ്ട്രാ. അങ്ങനെ എക്സ്ട്രാ നടി എന്നാണ് പറഞ്ഞിരുന്നത്. എക്സ്ട്രാ നടി എൻ്റെ ഒരു കവിതയുണ്ട്. ഞാൻ സിനിമയിൽ ചേരുമ്പോൾ എക്സ്ട്രാ എന്നാണ് പറഞ്ഞത്. എക്സ്ട്രാ വന്നിട്ടുണ്ടോ എനിക്കെന്ന്. പിന്നീട് അവർ പരാതി പറഞ്ഞാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മാറ്റിയത്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് കുറച്ച് ബഹുമാനമുള്ള നാമമാണ്, അത് മനസ്സിലാക്കുക. അതിൻ്റെ എക്സ്ട്രാ എന്നവർ വിളിച്ചിരുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ട് സ്ത്രീ പീഡനത്തിൽ നമ്മൾ പറയുന്നു? അപ്പോൾ ഭാവനയുടെ കഥ മാറുക, ഭാവനയുടെ സംഭവിച്ചതാണ്. കാരണം അന്ന് ലാലിൻ്റെ വീട്ടിൽ വന്നു, എറണാകുളത്ത് MP ആയിരുന്ന തോമസ് വന്നു. ആ സമയത്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഭാവന പോലീസ് റിപ്പോർട്ട് ചിലപ്പോൾ ഭാവന മിണ്ടാതെ പോയത്.
ലാലിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ എം പിയാണ്, എറണാകുളം എം പി ഉണ്ടായിരുന്നപ്പോൾ പോലും അവർ ഒരു നിയമപരമായ സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഭാവന റിപ്പോർട്ട് ചെയ്തത്. സോറി, അത് കട്ട് ചെയ്തു പറയണ്ട. ഇപ്പം നമ്മളിപ്പോൾ എന്താ അതിജീവിത എന്താണ് പറയുന്നത്, ഇപ്പോൾ ഒരു അതിജീവിത ഒരു നടി, അവരന്ന് പിന്നെ പോലീസ് പരാതി പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർ അപമാനിക്കപ്പെട്ടതിന് ശേഷം അവർ നേരെ നടൻ ലാലിൻ്റെ വീട്ടിൽ വന്നു. അവിടെ എം പി മിസ്റ്റർ തോമസ് വന്നു. ആ തോമസിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ആ നടി പരാതി കൊടുത്തത്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാ നടികൾക്കും അങ്ങനെ അവസരം കിട്ടണമെന്നില്ല, പരാതി പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം, ഇപ്പോൾ ശാരദയുടെ അഭിപ്രായം പോലെ എല്ലാവരും കൂടെ കയറി യൂട്യൂബിൽ അവർ എതിർത്തിട്ടുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും ഏത് പട്ടിക്കും കഷ്ടിക്കാൻ പറ്റിയ കക്കൂസായിട്ട് മാറിയിട്ടുണ്ട്. ആർക്കും എന്തും എഴുതാം, അതാണ് യൂട്യൂബിൻ്റെ അവസ്ഥ. പക്ഷേ ശാരദ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. അതായത് പണ്ടുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ കോടതിയിൽ മീഡിയയില്ലേ നിഷേധിക്കാതെ നിങ്ങൾക്ക്, മീഡിയയില്ലേ, ചാനലുകളിൽ നടക്കുന്നില്ലേ? അപ്പം അതൊന്നും പുറത്തു വരില്ല. കാരണം വെച്ചാൽ നിങ്ങൾ പുറത്ത് വരുത്തുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങളിലുള്ള സംഭവം പുറത്തു വരത്തില്ല. സ്ത്രീയും പുരുഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഇത്തരം സംഭവം നടക്കാറുണ്ട്. പക്ഷേ സിനിമ മാതകത്വമുള്ള കൂടുതൽ ജനപിന്തുണയുള്ള കലാവേദി ആയതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ പീഡനത്തെ ന്യായീകരിക്കുന്നില്ല. പിന്നെ ഇതിനൊരു മറുഭാഗം കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾ വിചാരിക്കും പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. പുരുഷ മേധാവിത്വം ഉണ്ട്, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ 90-കൾക്ക് മുമ്പുള്ള കാലഘട്ടം, ഞാനൊക്കെ സജീവമായ കാലഘട്ടത്തിൽ നായകനും തമ്മിലുള്ള പ്രതിഫലം വളരെ കുറവായിരുന്നു, വ്യത്യാസം. നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലങ്ങൾക്കിടയിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരാൾ 25,000 രൂപ നായകൻ മേടിച്ചാൽ 15,000 രൂപ നായിക വായിക്കും. ഇന്ന് 5 കോടി നായകൻ മേടിക്കുമ്പോൾ 10 ലക്ഷം പോലും നായിക കിട്ടുന്നില്ല. അത്ര വ്യത്യാസം വന്ന പുരുഷ മേധാവിത്വം അവിടെയാണ് വന്നത്. ഇപ്പോൾ നസീർ സാർ മേടിക്കുന്ന റെമ്യൂണറേഷൻ തൊട്ടടുത്ത റെമ്യൂണറേഷൻ ഷീഡ് വാങ്ങിച്ചിരുന്നു. പിന്നെ അന്ന് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സിനിമ വന്നിരുന്നു. ഒരു പെണ്ണിൻ്റെ കഥ, ശ്രീകുമാരൻ സംവിധാനം, ഒരു പെണ്ണിൻ്റെ കഥയിൽ ഷീലയാണ് നായിക, പീഡിപ്പിക്കപ്പെടുന്നവളാണ്, സത്യൻ ആണ് നായകൻ. നായകനാൽ പീഡിപ്പിച്ചവിടെ നായികയാണ്. അവൾ തിരിച്ചൊന്ന് റിവഞ്ച് ചെയ്യുന്നതാണ്. ദ വിസിറ്റ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു അനുകരണമാണ് പടം. ഒരു പെണ്ണിൻ്റെ കഥ, ദ വിസിറ്റ് എന്നൊരു ഹോളിവുഡ് ചിത്രമാണ്. അപ്പം അവിടെ അവസാനം ഈ ഷീല ആ കഥാപാത്രം വന്ന് റിവഞ്ച് ചെയ്യുന്നതാണ് പടം. എന്ന് പറഞ്ഞാൽ ആ വില്ലനുള്ള ഒരു പ്രതിനായകന്റെ വേഷം സത്യൻ അഭിനയിച്ചത്. ആ ചിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന ഷീലയാണ്. മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായതിനു ശേഷം, ഒരാൾ മെഗയാണ് കേട്ടോ, തെറ്റിപ്പോയി, ഒരാൾ മെഗയാണ്, ഒരാൾ സൂപ്പർ, ഒരാൾ മെഗ വന്നതിന് ശേഷം ഏതെങ്കിലും നായികയ്ക്ക് നായകനെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മലയാളത്തിൽ? ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം, അതായത് നായകനൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കേണ്ട സ്ത്രീ നാട് വിട്ടു പോയി തിരിച്ചൊരു വലിയ ധനാഢ്യയായി തിരിച്ചു വരുന്നു. എന്നിട്ട് അയാളോട് റിവഞ്ച് ചെയ്തു, പ്രതികാരം ചെയ്തു. ഇങ്ങനൊരു കഥയിൽ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിക്കുമോ സത്യൻ മാസ്റ്റർ റോളിൽ? അതാണ് താരമേധാവിത്വം പറഞ്ഞു മാറിയതാണ്. അന്ന് സത്യൻ മാഷ് ഏത് അഭിനയിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അത് ഷീല ആ ഡയലോഗ് പറയാൻ പാടില്ല, അതെനിക്ക് മോശമാണ്, എൻ്റെ ഇമേജിനെ ബാധിക്കും എന്ന് ഒരിക്കലും സത്യമാഷ പറഞ്ഞിട്ടില്ല. അനുഭവങ്ങൾ പാലിച്ചു നിൽക്കുന്ന സിനിമ നിങ്ങൾ കാണണം. സത്യൻ മാഷ് നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അനുഭവങ്ങൾ പാലിച്ചകൾ. അതിൽ അദ്ദേഹത്തിന് സുഹൃത്തായ ഒരു ചെറിയ വേഷമാണ് നസീർ സാർ ഇരിക്കുന്നത്, പ്രേമസന്ദ് ഇരിക്കുന്ന ഒരു ചെറിയ വേഷം. സത്യൻ
നിറഞ്ഞു നിൽക്കുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല നസീർ സാർ പറഞ്ഞില്ല. കാരണം അന്നവർ സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് വിശ്വസിച്ചു, അവരെ അനുസരിച്ചു. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ പുതിയ ഒരു കാലം വന്നിട്ടുണ്ട്. അത് പറയാം, ഇപ്പോൾ ബേസിൽ ജോസഫോ ടോവിനോ തോമസോ അങ്ങനെയൊക്കെയുള്ള നടന്മാർ കുറേ വ്യത്യസ്തരാണ്. പുതിയ തലമുറ മാറിയിട്ടുള്ള എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയുള്ളൊരു പീഡന കഥകളൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. പക്ഷേ ഈ ഞാൻ പറയുന്നത്, സംവിധായകരെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം, അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. പവർ ഗ്രൂപ്പിൻ്റെ കാലം അവർ സംവിധാനം തീരുമാനിച്ചു. അവർ സംവിധാനം ചെയ്യുന്ന അവർ തീരുമാനിക്കുന്ന സംവിധാന കൂട്ടത്തിൽ ശ്രീകുമാരമ്പിയെ പോലുള്ളവർ ഉൾപ്പെടുകയില്ല. കാരണം ഞങ്ങൾ അച്ചടക്കത വിശ്വസിക്കുന്നവരാണ്, സംവിധായകരാണ് വരുതെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം, ഇപ്പോൾ നമ്മൾ WCC എന്ന സംഘടന ഉണ്ടായി. WCC പെട്ട 2-3 നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ താരങ്ങൾ. അവരാരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പീഡന പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ പരാതി ഉന്നയിക്കപ്പെട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ ചെറുതായി കാണുന്നില്ല, അങ്ങനെ രക്ഷിക്കണ്ട. ഞാൻ ചോദിക്കുന്നത്, അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും വഴി സ്വീകരിക്കുക, എങ്ങനെയെങ്കിലും ഒരു റോള് കിട്ടിയാൽ മതി എന്ന് സ്വീകരിക്കുമ്പോൾ അപകടങ്ങളുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും മലയാള സിനിമയെ തകർത്തത് ധാരാളിത്തമാണ്. കാരണം 2-3 വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിക്കൂടി. എന്നെപ്പോലെ ഒരു വർഷം 2 പടം നിർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, ഞാൻ നിർമ്മാതാവാണ്, 74 മുതൽ നിർമ്മാതാവാണ്. തിയേറ്ററുകൾ പറയുന്നത്, സാറല്ലേ മമ്മൂട്ടിയെ പോലെ ആദ്യം സാധിച്ചല്ലേ, അവരുടെ ഡേറ്റ് പിടിച്ച് സാറേ മമ്മൂട്ടി പോലെ പടം വേണ്ടാന്ന് തിയേറ്റർ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിൻ്റെ പകുതിയാവും. അപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിൻ്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാം. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററുകൾ, പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായിട്ട് കൊടുക്കുന്നത്. ബഡ്ജറ്റ് കൂടും. അത് ബഡ്ജറ്റ് കാര്യത്തിൽ ഞാൻ ക്ലിയറായിട്ട് പറയാം. കണക്ക് എന്നെ പോലെ കണക്ക് പറയാൻ പല ആർക്കും പറ്റില്ല. അത് ഞാൻ പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്ററാണ്. അതായത് ചന്ദ്രകാന്ത് എന്ന സിനിമ ഞാൻ തുടങ്ങും, എൻ്റെ ആദ്യത്തെ സിനിമയിൽ. നിങ്ങളൊക്കെ പഠിക്കാൻ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് പറയുന്നത്. ഞാൻ ചന്ദ്രകാന്തം എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിൻ്റെ മൊത്തം ചെലവ് 2.25 ലക്ഷം രൂപയാണ്. 2.25 ലക്ഷം രൂപ. ഈ 2.25 ലക്ഷം രൂപ 1974 അന്ന് സ്വർണ്ണത്തിന് വില വളരെ കുറവാണ്. സ്വർണ്ണത്തിന് 300 രൂപയുള്ളൂ പവന്. അപ്പോൾ അന്ന് 2.25 അതിന് പ്രേംനസീർ വാങ്ങിച്ച പ്രതിഫലം 25,000 രൂപയാണ്. 25,000 രൂപ. അതായത് അന്നത്തെ നായകൻ, അന്നത്തെ സൂപ്പർ താരം, അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സൂപ്പർ താരം ഒരു ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10-1 പ്രതിഫലം വാങ്ങിച്ചത്. 10-1. ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല. അവർ മേടിക്കുന്ന പ്രതിഫലം ഈ മുടക്കുമുതലിൻ്റെ 3-1 2-1 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെ ബാധിക്കുന്നത്? വ്യവസായത്തെ ബാധിക്കും, നിർമ്മാതാവിനെ ബാധിക്കും, വ്യവസായത്തെ ബാധിക്കും. അവർ കോടീശ്വരന്മാരാകും, പക്ഷെ നിർമ്മാതാവ് തകരും. 26 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ ഇപ്പോഴും ധനവാനില്ല. പക്ഷേ നടനായിരുന്നെങ്കിൽ കോടീശ്വരനായിരുന്നേനെ. അപ്പം അതുകൊണ്ട് ഈ മലയാള സിനിമയെ തകർത്തത് താരമേധാവിത്വം തന്നെയാണ്. പക്ഷേ ആ താരമേധാവിത്വം തകർന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനിയും പവർ ഗ്രൂപ്പൊന്നും ഉണ്ടായില്ല, പ്രയാസം. കാരണം 2 പേരിലേക്ക്
അല്ലെങ്കിൽ 3 പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതായി. ഇന്ന് അനവധി നായകന്മാരായി. ഭാര്യയുടെ തല്ലുകൊള്ളാൻ തയ്യാറായ ഇപ്പോൾ ഭാര്യയുടെ തല്ലുകൊള്ളുന്ന കഥാപാത്രം അഭിനയിക്കാൻ തയ്യാറായ ബേസിൽ ജോസഫായി ഇപ്പോഴത്തെ നായകന്മാർ. ആ റോളിൽ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുമോ? ഭാര്യ എഴുന്നേറ്റ് ചവിട്ടുന്നു, കരാട്ടെ വ്യക്തിയെ ഭാര്യ എഴുന്നേറ്റ് ചവിട്ടുന്നു ഭർത്താവിന് ജയ് ഹോയുടെ സിനിമയിൽ. അത് അഭിനയിക്കുന്നത് ബേസിൽ ജോസഫ്. ആ ബേസിൽ ജോസഫാണ് മിന്നൽ മുകളിൽ സംവിധാനം ചെയ്ത സംവിധാനം എന്ന് പറഞ്ഞത്. അത്ര മിടുക്കന്മാർ വന്നു. അത് മുകേഷ് തീരുമാനിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ മുകേഷ് ഒന്ന് തിരിഞ്ഞ് ആലോചിച്ചാൽ മുകേഷ് രാജിവെക്കേണ്ടതാണെന്ന് അതിൻ്റെ സ്വയം തീരുമാനിക്കാൻ കഴിയും. പക്ഷെ ആരും തീരുമാനിക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം മനസ്സിലാവും, പൊളിറ്റിക്കൽ മേഖല വേറെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ LDFന് അവരുടേതായിട്ട് തീരുമാനങ്ങളുണ്ട്, അതുപോലെ മാറ്റുകയില്ല. അപ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഡിഫറൻറ്റ്. അപ്പോൾ മുകേഷ് ഈസ് എ പൊളിറ്റീഷ്യൻ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഹിം. അതാണ് പ്രശ്നം. മുകേഷ് രാഷ്ട്രീയത്തിൽ ഒരു മുഖമായതുകൊണ്ട്, ഒരു MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ LDF സഹായിക്കുന്നു. അത് പൊളിറ്റിക്കൽ അന്തരീക്ഷം വേറെയാണ്. പക്ഷേ വ്യക്തി എന്ന നിലയിൽ ഇത്രയും ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് മുകേഷ് രാജിവെക്കേണ്ടതാണ്. രാജിവെക്കേണ്ടെന്ന് പാർട്ടി പറയുന്നു. എനിക്ക് പാർട്ടി എതിർക്കാൻ എന്താ അവകാശം? എല്ലാവർക്കും നന്ദി. താങ്ക് യു. അത് അവർ നസീർ സാറിൻ്റെ വഴിയാണ്. ഇപ്പോൾ അവർ ചോദ്യം ചോദിച്ചു, ജയൻ, സോമൻ, സുകുമാർ എന്നിവരെ കുറിച്ച് സംസാരിക്കാൻ. അതിനെൻ്റെ ഉത്തരം, മമ്മൂട്ടിയെ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് സുകുമാരനാണ്. അതാണ് സുകുമാരൻ്റെ മഹത്വം. ഞാൻ സുകുമാരൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ ഈ മുന്നേറ്റം തുടങ്ങുന്നതിനെക്കുറിച്ച്, മുന്നേറ്റം സിനിമ ആരംഭിക്കുറിച്ച് ഞാൻ പറഞ്ഞു. മുന്നേറ്റം ഇപ്പോൾ സുകുമാരൻ പറഞ്ഞു, സുകുമാരൻ അതിന് റോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ സുകുമാരൻ പറഞ്ഞു, സാറ് അത് ലോ ബഡ്ജറ്റ് ഫിലിമല്ലേ, ലോ ബഡ്ജറ്റ് ഫിലിമാണെങ്കിൽ എന്നാ പറയുക, എൻ്റെ റേറ്റ് എത്രയാണ്? നമ്മൾ പൃഥ്വിരാജ് കാണുന്ന അതേ സ്വഭാവം തന്നെ സുകുമാരൻ്റെ. കാരണം വെച്ചാൽ എല്ലാം പെട്ടിത്തോന്ന് പറഞ്ഞാണ്. ജയം മരിച്ചില്ല സാർ, ഇനിയിപ്പോൾ ഞാൻ ആരുണ്ട്, എനിക്കിത്ര വേണം എന്ന് പറഞ്ഞു. അത് വളരെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സുകുമാരൻ എന്നാ സാറിന് ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യാം. മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട് അഭിനയിക്കാൻ. അപ്പോൾ സ്ഫോടനം എന്ന സിനിമയുടെ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന ആ സിനിമയുടെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ PG വിശ്വംഭരൻ മമ്മൂട്ടിയുടെ പറഞ്ഞ് പേര് മാറ്റണം, മമ്മൂട്ടി എന്ന പേര് കൊള്ളില്ല. അങ്ങനെ സ്ഫോടനത്തിൽ മമ്മൂട്ടി അവരുടെ സജിൻ എന്ന പേരിലാണ്. അപ്പോൾ സുകുമാരൻ എന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്, സജിൻ എന്ന പേര് മാറ്റിക്കൊണ്ടിരിക്കുക, പേര് മുഹമ്മദ് കുട്ടി എന്നാണ്. അപ്പോൾ ഈ സജിനൊക്കെ നല്ല പേരല്ലേ മുഹമ്മദ് കുട്ടി, പിന്നെ സജിൻ ഞാൻ ചോദിച്ചു. അങ്ങനെ സജിൻ എന്ന പേര് സ്വീകരിച്ച സമയത്താണ് മുന്നേറ്റം അഭിനയിക്കുന്നത് മമ്മൂട്ടി വരുന്നത്. ഞാൻ മമ്മൂട്ടി പറഞ്ഞു, സജിനൊന്നും വേണ്ട, താൻ എൻ്റെ പേര് ഇട്ടാൽ മതി, മമ്മൂട്ടി ഇട്ടാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിക്ടിമാണെന്ന്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 2 സൂപ്പർ താരങ്ങൾ വന്നതിന് ശേഷം ഞാൻ പാട്ടുകൾ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. കാരണം അവരുടെ ഒന്നും പടങ്ങളിൽ എന്നെ കൊണ്ട് പാട്ട് എഴുതിയിട്ടില്ല. കാരണം ഞാൻ താരാസുരത്തെ എതിർക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ പാട്ടുകളുടെ യൂട്യൂബ് പരിശോധിച്ചാൽ മനസ്സിലാകും, 90 കേസിൽ വളരെ കുറച്ച് പാട്ട് എഴുതിയിട്ടുള്ളൂ. കാരണം പിന്നെ ഇവരുടെ ഭരണമായിരുന്നു. അപ്പോൾ PG വിശ്വംഭരൻ എന്ന സംവിധായകൻ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കൂടെ പറയാം. PG വിശ്വംഭരൻ, ഞാൻ ഒരേ സമയം നസീർ സാറിൻ്റെ 2 പടങ്ങൾ, നസീർ സാർ നായകനായിട്ട് 2 പടങ്ങൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന കാലം. അന്നെനിക്ക് 37 വയസ്സാണ്. ജയിക്കാനായി ജയിച്ചവൻ, അക്ഷയപാത്രം, ഈ 2 പടങ്ങൾ ഞാൻ 2 നസീർ ഹീറോ. ഒന്നിൽ ലക്ഷ്മി നായിക, ഒന്നിൽ ഷീല നായിക.
ഈ 2 സിനിമകൾ ഒരേ സമയത്ത് എടുക്കുന്ന നിർമ്മാതാവായിരുന്നു 37ാമത്തെ വയസ്സിന്. അത് നടക്കുന്ന സമയത്ത് ഈ 2 യുദ്ധങ്ങൾ ജയിക്കാനായി ജനിച്ചവൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ശശികുമാറിൻ്റെ അസിസ്റ്റൻ്റാണെന്ന് PG വിശ്വംഭരൻ. അപ്പം പ്രകാശ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥ പറഞ്ഞാൽ അത് ലീസ് എടുത്തിരിക്കുകയാണ് സ്വാമിനാഥൻ ചെട്ടിയാറിനാണ്. അത് എന്നോട് പറഞ്ഞു, സാർ എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്ത് തരണം. സാർ പ്രൊഡ്യൂസർ കൂടെ ആകുമ്പോൾ ചിലവൊക്കെ കുറയ്ക്കാൻ പറ്റും, ഇവിടെ തന്നെ എടുക്കാൻ നമുക്ക്. അങ്ങനെ ഞാൻ സംബന്ധിച്ചു. അങ്ങനെയാണ് ഒഴുക്കിനെതിരെ എന്ന സ്ക്രിപ്റ്റ് തയ്യാറാകുന്നത്. ഒഴുക്കിനെതിരെ എന്ന സ്ക്രിപ്റ്റ് തയ്യാറായി ഞാൻ സ്വാമിനാഥൻ ചെട്ടിയാർക്ക് വേണ്ടി അത് സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് വിശ്വംഭരൻ നിറകണ്ഠയോട് എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, സാർ കഥ സംഭാഷണം എഴുതുന്ന പാട്ടുകൾ എഴുതുന്ന സ്ക്രിപ്റ്റ് സാറിന് വിചാരിച്ച എന്നെ ഒന്ന് സഹായിക്കാൻ സാധിക്കും. ഞാൻ എന്താണ് ഈ പടം സാറ് സംവിധാനം എന്നെ ഏൽപ്പിക്കാം, എനിക്കൊരു തുടക്കം കിട്ടും, ഞാൻ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഞാൻ സംവിധാനം ചെട്ടിയാരോട് പറഞ്ഞു അത് മുടിയാ അതെപ്പടി സാർ നീക്കെന്താ ഡയറക്റ്റ് பண்ண സാർ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇയാൾ ദീർഘകാലം ശശികുമാർ സാറിനോട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഇവർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ വിശദമായ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ PG വിശ്വംഭരൻ സംവിധാനമാകുന്ന അങ്ങനെ ഒഴുക്കിനെതിരെ എന്ന സിനിമയിൽ ഞാൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ഒഴുക്കിനെതിരെ സിനിമയിലൂടെയാണ് PG വിശ്വംഭരൻ സംവിധാനമാക്കുന്നത്. ആ നന്ദി സ്നേഹവും വിശ്വംഭരൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം നിർമ്മിച്ച നീ എൻ്റെ ലഹരി, ഞാനും ദേവരായ മാഷാണ് വർക്ക് ചെയ്തത്. എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അത് സത്യവാൻ സാവിത്രി, കമലഹാസൻ ശ്രീദേവി അഭിനയിച്ച സത്യവാൻ സാവിത്രി വിശ്വംഭരൻ ഡയറക്റ്റ്. അതിനകത്തും പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. എന്നാൽ മമ്മൂട്ടിയെ നായകനാക്കി സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന സിനിമ എടുക്കാൻ തുടങ്ങുമ്പോൾ വിശ്വംഭരൻ എന്നെ കാണാൻ വന്നു. എൻ്റെ പാദങ്ങൾ തൊട്ട് പറഞ്ഞു, സാർ എനിക്ക് മാപ്പ് തരണം, ഈ പടത്തിൽ എനിക്ക് സാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ പറ്റില്ല, മമ്മൂട്ടിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ മമ്മൂട്ടിയോ അതിൻ്റെ തിരക്കാകരുത് ജോൺ പോൾ ആര് പറഞ്ഞ ശരി, എനിക്ക് ഇതൊന്നും ഇപ്പൊന്നുമില്ല. ദൈവം സാധിച്ചു ഒരുപാട് പാട്ടുകൾ എഴുതി കഴിഞ്ഞു, എന്നും നിലനിൽക്കുന്ന മറ്റേ പാട്ടുകൾ എഴുതി കഴിഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും വിശ്വംഭരൻ പടത്തിൽ ആയിരിക്കില്ല, കാരണം വിശ്വംഭരൻ പടത്തിൽ ഒന്നിനും മമ്മൂട്ടി ആയിരിക്കും ഈ സൂപ്പർ. അപ്പം അങ്ങനെ ഈ മമ്മൂട്ടി മോഹൻലാൽ പിന്നീട് പ്രഭാഷണത്തിൽ പറഞ്ഞു, ശ്രീകുമാരൻ നമ്മുടെ അക്ഷരങ്ങൾക്ക് ചൂണ്ടനക്കാൻ കഴിഞ്ഞ മഹാഭാഗ്യമാണ്. പക്ഷെ എത്ര പടത്തിൽ അദ്ദേഹം നിർമ്മിച്ച് ഒരു പടത്തിൽ എന്നെ കൊണ്ട് പാട്ട് കഴിച്ചിട്ടില്ല മോഹൻലാൽ, ഒരു പടത്തിന് പോലും. മോഹൻലാൽ നിർമ്മാതാവാണ്, അദ്ദേഹം നിർമ്മിച്ച ഒരു പടത്തിന് പോലും ശ്രീകുമാരൻ്റെ കൊണ്ട് പാട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ വന്നതിൽ ഞാനും ഒരു വ്യക്തിമാണ്. കാരണം ഞാൻ താരമേധാവത്തെ എന്ന് എതിർക്കുന്ന ആളാണ്. കാരണം അതായത് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഡയറക്ടറാണ്, അത് യാതൊരു സംശയമില്ല. ഞാൻ ഡയറക്റ്റ് ചെയ്താലും ഡയറക്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഒരു സിനിമ നയിക്കുന്നത് സംവിധായകനാണ്. എന്താ സാരാണ് സംവിധായകൻ? ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ പ്രേക്ഷകനും സംവിധായകനാണ്. ഒരു സിനിമയുടെ ആദ്യത്തെ പ്രേക്ഷകൻ സംവിധായകനാണ്. കാരണം അവൻ നിർണയിച്ച ഫ്രെയിംസ് അവൻ കണ്ടതിന് ശേഷമാണ് ജനങ്ങൾ കാണുന്നത്. അതാണ് സംവിധായകന്റെ മഹത്വം. ആ മഹത്വം താരങ്ങൾക്കില്ല. താരങ്ങൾ ഉള്ള കാലത്ത് അവർ ജനങ്ങൾ കുറേ അടക്കും, പക്ഷെ 10 വർഷം പടമില്ലാതെ ആരും തിരിഞ്ഞു നോക്കുകയില്ല. ഒരു കാര്യത്തിൽ ലളിതപുത്രി രാഗിണിമാർ, അത് ലളിത എന്ന നടി വളരെ വളരെ പ്രശസ്തയായിരുന്നു. എന്തിനിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇവർ ഈ അതായത് മമ്മൂട്ടി മോഹൻലാൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, അതുവരെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രൊഡ്യൂസേഴ്സ് മുഴുവനും അവർക്ക് ആർക്കും ഡേറ്റ് കൊടുത്തില്ല. M. N. ജോസഫ് ഡേറ്റ് കൊടുത്തില്ല, T. വാസുദേവൻ, ജയമാലി വാസുദേവൻ ഡേറ്റ് കൊടുത്തില്ല, R. S. പ്രഭു ആഭിയാദ്യം നിർമ്മിച്ച് പടങ്ങൾ നിർമ്മിച്ച് ആഭിയാദ്യം ഡേറ്റ് കൊടുത്തില്ല. അപ്പോൾ അവർക്കെല്ലാം നിർമ്മാണത്തിൽ പിൻവാങ്ങേണ്ടി വന്നു. തിയേറ്ററിൽ കാണി ഇവർ മതി. അവിടെ പ്രശ്നം. കാരണം തീരുമാനം തിയേറ്ററിൽ ഇട്ടാൽ പടം കളിക്കാൻ പറ്റും. നിങ്ങൾ ചോദിക്കും, ഒരു ഉത്തരവാദ ചോദ്യമുണ്ട്, പുതുമുഖങ്ങളിട്ടൂടെ? ആ കാലം പുതുമുഖങ്ങളിട്ടാൽ തിയേറ്റർ കിട്ടില്ല. തിയേറ്റർ കിട്ടിയാലേ ഓടുന്നത്. ഇപ്പം ഇവിടെ നിങ്ങൾ ചോദിക്കുക, ആട്ടം ഓടിയില്ലേ? ഇന്നാണ് ഓടുന്ന ആട്ടം. 1970-കളിലോ 80-കളിലാണെങ്കിൽ തിയേറ്റർ കിട്ടില്ല കളിക്കാൻ, പെട്ടിയിരിക്കും. ഇന്ന് കാലം മാറി. ഇന്നിപ്പോൾ താരമേധാവിത്വം തകർന്നു തുടങ്ങുന്നില്ല, തകർന്നു. പുതിയ നടികന്മാർ വന്നു.
പിന്നെ നായകൻ ഇന്നാണ് നായിക. നമുക്ക് ഷീല സാധയുടെ സൗന്ദര്യമുള്ള നായിക വേണ്ട. ഇപ്പോൾ നിങ്ങൾ പല പടങ്ങൾ കാണുന്നില്ലേ? ഞങ്ങളുടെയൊക്കെ പടങ്ങളിൽ വേലക്കാരായിട്ട് അഭിനയിച്ച ഒരു പെണ്ണിന് ഇപ്പോൾ നായിക, അതവസ്ഥ. അപ്പോൾ ആ നായിക പരിവേഷം പോയി, നായികയുടെ പരിവേഷം പോയി, കാലം മാറി. സ്വാഭാവികമായിട്ടും നമ്മുടെ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പവർ ഗ്രൂപ്പ് തകർന്നപ്പോഴാണ് നമ്മൾ പവർ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത്. ഇപ്പം ഇല്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. എൻ്റെ ദുഃഖം, എനിക്ക് പ്രായമായി പോയി ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള സാഹസത്തിന് പറ്റില്ല. എനിക്ക് അനുകൂല സമയമാണ് ഇപ്പോൾ, പക്ഷേ എനിക്ക് പ്രായമായി. എനിക്ക് ഈ പ്രാരബ്ധം താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് അവരുടെ, എനിക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും ദേഷ്യമില്ലാത്തതാണ്. എനിക്ക് എന്തറിയോ, എനിക്ക് പറയാൻ അപ്പത്താരുടെ മുഖത്തൊക്കെ പറയും, പിന്നെ ദേഷ്യം നിൽക്കില്ലല്ലോ. ഞാൻ പോലെ അവാർഡ് കൊടുക്കുന്നത് വ്യക്തിയുടെ സ്വഭാവത്തിനല്ല, വ്യക്തിക്കല്ല കൊടുക്കുന്നത്, അയാളുടെ പാഠവത്തല്ലേ കൊടുക്കുന്നത്, അയാളുടെ പ്രസംഗത്തല്ലേ കൊടുക്കുന്നത്. അപ്പോൾ മോഹൻലാലിനെ എനിക്കിഷ്ടമാണ്. മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും നമുക്ക് ലോകോത്തര നടന്മാരെ പിടിച്ചെടുത്തത്, അത് നമ്മുടെ ഭാഗ്യമാണ്. ലോകോത്തര നടന്മാരുടെ കൂട്ടത്തിൽ പെടുത്താതെ രണ്ട് നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാൽ. 1989 ഇന്ത്യയിൽ 23 ഭാഷകളിലുള്ള പടങ്ങൾ വന്നു. ഞാനിപ്പോൾ നാഷണൽ ജൂറി മെമ്പറാണ്, ദേശീയ അവാർഡ് കമ്മിറ്റിയുടെ മെമ്പറാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള 23 ഭാഷകളിലെ പടങ്ങളിലുള്ള എല്ലാ നായകന്മാരെയും കണ്ടു നമ്മുടെ ബെസ്റ്റ് നടൻ ആരെ എന്ന് തീരുമാനിച്ചപ്പോൾ നമുക്ക് അഭിമാനിക്കാനും കഴിയുന്നൊരു നിമിഷമായിരുന്നു ഞങ്ങൾക്ക്. ഞാനും KG ജോർജ് വരുന്നപ്പോൾ അവിടെ ജൂറി ഉണ്ടായിരുന്നു, മലയാളത്തിൽ ജൂറി ഉണ്ടായിരുന്നു. അത്ഭുതം തന്നെ, ഏറ്റവും ടോപ്പിൽ വന്ന 2 പേര് മമ്മൂട്ടി പോലായിരുന്നു. അഭിമാനിക്കാം നമുക്ക്. ബംഗാളി ഭാഷ, ഒറീസ ഭാഷ, അവിടുത്തെ ഗ്രേറ്റ് ആക്ടേഴ്സ് സൗമിത്രാചാര്യ പോലെ നടന്മാരുണ്ട്. പക്ഷേ അവരെ തോൽപ്പിച്ച് മേലെ വന്നത് മമ്മൂട്ടി മോഹൻലാലുമാണ്. അത് മമ്മൂട്ടിക്ക് ഭാരത് കിട്ടി, ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഭാരത് ഇപ്പോൾ ഇല്ല, ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. മോഹൻലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി ആ വർഷം. 91 2 വർഷം കഴിഞ്ഞു ഭാരതവന്ദസിന്. അന്ന് ഞാൻ ജൂറി മെമ്പറായിരുന്നു, തേർഡ് ഇയർ ഞാൻ ജൂറി മെമ്പറായിരുന്നു. അപ്പോൾ ഭാരതത്തിലെ അവാർഡിന് ഏകകണ്ഠമായിട്ട് മോഹൻലാൽ കിട്ടി ബെസ്റ്റ് ആക്ടർ. അപ്പോൾ ഇവർ ഗ്രേറ്റ് ആക്ടേഴ്സാണ്, അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഗ്രേറ്റ് ആക്ടേഴ്സാണ്, പക്ഷേ അവരല്ല ഇൻഡസ്ട്രി ഭരിക്കേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം. അത് ക്രിയേറ്റേഴ്സ് വിട്ടുകൊടുക്കണം. അത് അമ്മ അത് ഫെഫ്റ്റിക്ക് വിട്ടുകൊടുക്കണം. ഫെഫ്റ്റേക്കൂടെ അമ്മ ഒഴുകി കളയരുത്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പം അമ്മയ്ക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും. പക്ഷേ അതുപോലെ ഈ ഒരു മോഹൻലാൽ കംപ്ലീറ്റ് എല്ലാവരും കൂടെ ചേർന്ന് രാജിവെച്ചത് നന്നായില്ലെന്നാണ് പറയാറ് ഞാൻ. അത് ഭീരത്വമാണ്. എന്തിനാണ് രാജിവെക്കുന്നത്? നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയാൽ നമ്മൾ എന്തിനും നേരിടാൻ തയ്യാറാകണം, അതിനുള്ള ധൈര്യം വേണം. അദ്ദേഹം മമ്മൂട്ടിയോട് ചോദിച്ചു, അനുവാദം ചോദിച്ചു, മമ്മൂട്ടി പറഞ്ഞു രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനെ അത് അപ്പം അതുകൊണ്ട് രാജിവെച്ചാലും ഞാൻ അംഗീകരിക്കുന്നില്ല. മോഹൻലാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളാണ്. മമ്മൂട്ടിയോട് എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. അവർ ഗ്രേറ്റ് ആക്ടേഴ്സ് പറഞ്ഞാൽ അവർ ലോകത്തെ നടന്മാർ, ലോകത്തെ ഒരു 50 നടന്മാരെ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഇവരെൻട്രി കാണും. അത് വലിയ ഭാഗ്യമല്ലേ, ഇന്ത്യയുടെ ഭാഗ്യം, മലയാളത്തിൻ്റെ ഭാഗ്യമല്ലേ. അതിനൊന്നും യാതൊരു എതിർപ്പുമില്ല. ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മോഹൻലാൽ കൊച്ചുകൊച്ചു വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസത്തിൽ ഞാൻ ഷീലയുടെ നായകനാക്കി. സീമയെ സ്നേഹിക്കുന്ന യുവാവിൻ്റെ വേഷമാണ് എനിക്ക് ഒരു ദിവസത്തിൽ മോഹൻലാൽ കൊടുത്തത്. അതുവരെ മോഹൻലാൽ ചെറിയ വേഷം, വില്ല വേഷം ചെയ്യുകയാണ്. ആധിപത്യത്തിൽ പ്രേമസുരനെ മധുവിനെ കൂടെ 3 നായകന്മാരാളാക്കി മാറ്റി. യുവജനോത്സവമാണ് അദ്ദേഹത്തെ സൂപ്പർ താരത്തിൽ നയിച്ചത്. യുവജനോത്സവവും രാജാവിൻ്റെ മകൻ എന്ന ചിത്രമാണ് മോഹൻലാൽ സൂപ്പർ താരങ്ങൾ കഴിച്ചത്. പക്ഷേ ആ സൂപ്പർ താര പദവിയിലേക്ക് മോഹൻലാൽ നടത്തിയ യുവജനോത്സവത്തിന് ശേഷം മോഹൻലാൽ എനിക്ക് വർഷം തന്നിട്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് മോഹൻലാൽ അവാർഡ് കൊടുത്തത്? ഞാനല്ല അവാർഡ് കൊടുക്കുന്നത്, ശ്രീകുമാരി ഫൗണ്ടേഷൻ എൻ്റെ അല്ല, ഞാൻ പണം കൊടുത്തത്. എൻ്റെ ഈ പൈസ അല്ല. എനിക്ക്
എനിക്ക് പണം എടുക്കുന്ന പൈസയില്ല. അപ്പം ഞാനല്ല, ശ്രീകുമാർ ഫൗണ്ടേഷൻ്റെ ആരാധകരും എൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്നത്. അപ്പോൾ അവർ സെലക്ട് ചെയ്ത് കമ്മിറ്റി ജൂറി എന്ന് പറഞ്ഞ പ്രിയദർശനും പിന്നെ പ്രഭാവർമ്മയും കെ ജയകുമാറുമാണ്. അപ്പം അവർ നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുത്താൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കലാകാരനല്ല, കാരണം മോഹൻലാൽ എല്ലാം കൊണ്ട് അർഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അത് കൊടുത്തു. ഞാനിപ്പോൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായ അറ്റാക്കല്ല ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യവസായത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാള സിനിമ വ്യവസായത്തിൻ്റെ നിലനിൽപ്പാണ് എൻ്റെ വിഷയം, അല്ലാതെ വ്യക്തിപരമായ ഒരു പിന്നെ ആരോപണങ്ങളൊന്നുമല്ല. ചില സത്യങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് ഇത് ഒരു തകർച്ച ഉണ്ടായത്? ഈ താരമേധാവിത്വം, താൻ മേധാവിയാണെന്ന് അറിയുമ്പോഴാണല്ലോ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും. അവർ ആ കുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ പുറത്ത് പറഞ്ഞാൽ നീയെ ചീത്തയാവുള്ളൂ, ആരും വിശ്വസിക്കില്ല എന്നൊക്കെ സിദ്ധിക്ക് പറയുന്ന ആ സ്ത്രീ പറയുന്നുണ്ട്, ആ കുട്ടി പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അത് താൻ ആധിപത്യം ഉണ്ടെന്ന് പറയുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ സംസാരിക്കുക.